കർഷക കുടുംബത്തിൽ ജനിച്ച് IASകാരിയായ ചരിത്രമാണ് മഹാരാഷ്ട്രക്കാരിയായ രോഹിണി ബാജിബാഗരയ്ക്ക് പറയാനുള്ളത്. രോഹിണിക്ക് 9 വയസ്സുള്ളപ്പോൾ മുതൽ അവൾ കണ്ടുവരുന്നതാണ് കർഷകനായ അച്ഛന്റെ കഷ്ടപ്പാടുകൾ. കർഷകർക്കായി സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും ലഭിക്കാനായി നിരന്തരം സർക്കാർ ഓഫീസുകളിലും മറ്റും കയറിയിറങ്ങുന്ന അച്ഛൻ. ഒരിക്കൽ രോഹിണി അച്ഛനോട് ചോദിച്ചു, അച്ഛന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം വൈകിപ്പിക്കുന്നത് ആരാണെന്ന്. അച്ഛന്റെ മറുപടി പെട്ടെന്നായിരുന്നു, ജില്ലാ കളക്ടർ. ഇന്ന് ആ അച്ഛന്റെ മകൾ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ് കഴിഞ്ഞു. സേലത്തിന്റെ 171ാമത് കളക്ടർ. ആദ്യമായാണ് ഒരു വനിത ഇവിടെ കളക്ടറായി ചുമതലയേൽക്കുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് രോഹിണി. ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തിനും പ്രത്യേക പരിഗണന നൽകും. സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്ന തമിഴ്നാട്ടിലെ ആദ്യ ജില്ലയായി സേലത്തെ മാറ്റിയെടുക്കുമെന്നും രോഹിണി പറയുന്നു. சுகாதார பணிகள்னு சொல்லும்போது அதில் டெங்கு ஒழிப்பு சம்பந்தப்பட்ட அனைத்து விஷயங்கள் அதில் மாஸ் கிளீனிங் இருக்கலாம், ஃபாகிங், மஸ்கிட்டோட ப்ரீடிங்கை தடுத்துவதற்காக அனைத்து நடவடிக்கைகள் ரொம்ப தீவிரமான முறையில் எடுக்கப்படும். ப்ரீடிங் ஆகக்கூடிய சோர்சஸ் டிஸ்ட்ராய் பண்ணுறது மற்றும் புதிய சோர்சஸ் உருவாகக்கூடாது, அதுக்காக தடுக்குவது ஒரு நடவடிக்கைகள் அது சம்பந்தமாக பிளான் பண்ணிவிட்டு அனைத்து எக்ஸிக்யூஷன் ரொம்ப க்ளோஸாக மானிட்டர் பண்ணுவோம். ஊராட்சி லெவலில், டவுன் பஞ்சாயத்து லெவலில் இந்த நடவடிக்கைகள் அனைத்து டிபார்ட்மெண்ட்டோடைய கோஆர்டினേഷനോട് സ്ട്രെങ്തൻ பண்ணப்படும். തന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാഷ ഒരിക്കലും തടസ്സമാകില്ലെന്ന് രോഹിണി. മറാഠി പറയുന്ന നാവിൽ സെന്തമിഴും വഴങ്ങും. എന്നാൽ കുഴഞ്ഞു മറിഞ്ഞ തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഈ യുവ കളക്ടർ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.